ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ളോഗായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ പോയ ദിവസമായിരുന്നു. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അമ്മ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് ഒരു ബിരിയാണി. സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ അതുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറച്ചിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയുണ്ട് ഇൻഗ്രീഡിയൻസ്. കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇതാ പട്ടയും ഗ്രാമ്പും നമ്മുടെ മറ്റേ ജീരകവും ഏറ്റവും കൂടുതൽ ആവശ്യത്തിന് പച്ചമുളകാണ്. മുളക് പൊടി ഇടാണ്ടിട ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ അത് പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മളതൊക്കെ മാറ്റി വെച്ചു. എന്നിട്ട് അമ്മ അരി കഴുകാൻ നിന്നു. അപ്പോൾ അമ്മ അരി കഴുകുമ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട് എന്നെ എടുക്കല്ലേ ഇടിയുന്നു. അപ്പം എന്തായാലും അതൊന്നും എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മേനെ എടുത്തു. പിന്നെ അവിടെ ചെന്ന കൊച്ച എപ്പോഴും എൻ്റെ അച്ഛൻ്റെ അടുത്തായിരിക്കും. അവനും അച്ഛനും ഭയങ്കര പറ്റാൻ. അപ്പം ഞാൻ ടാറ്റ പറഞ്ഞ് പോകുമ്പോഴൊന്നും ഒരു സങ്കടമില്ല, അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വാ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ഇറച്ചിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ കുരുമുളകും മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ആദ്യം ഇറച്ചി നമുക്കൊന്ന് ഒറ്റ വിസിലിൽ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ വെറും നോട്ട മാത്രമേ ഉള്ളൂ, അമ്മ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മ ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, പച്ചമുളകിൻ്റെ പേസ്റ്റ്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല തിരുമ്പി. അപ്പം ഭയങ്കര ചിരിങ്കളിയിലൊക്കെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓരോ കോമഡിയൊക്കെ എന്നെ പറ്റി പറയുന്നുണ്ട്, വലിയ വ്ളോഗുകാരത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒറ്റ വിസിലേ ഉള്ളൂ, കുറച്ച് നേരം വിസിൽ വരുന്നവരൊന്ന് കാത്ത് നിൽക്കാം. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ തന്നെ ഇറച്ചിയിൽ തന്നെ വെള്ളം ഇറങ്ങുന്ന കാരണം തീരെ വെള്ളം ഒഴിക്കേണ്ട. ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കുരുമുളകും പിന്നെ അരച്ച് വെച്ച പേസ്റ്റ് മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ വിസിൽ വരുന്നവരെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇതിനപ്പുറത്തെ അടുപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം, അരിക്കുള്ളതിടാം. അപ്പോൾ അരിയുടെ പാത്രം ഇതാക്കുന്ന നേരം കൊണ്ട് ആ വിസിൽ പെട്ടെന്ന് അടിച്ചു കിട്ടും. പെട്ടെന്ന് അടിക്കും, ഒറ്റ വിസിലേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് സാധാ ചോറ് വയ്ക്കുന്ന എല്ലാവർക്കും അറിയുന്നതല്ലേ, നമ്മൾ ജീരകം അതേപോലെ നമ്മുടെ കറുകാപ്പട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ട്. അത് ഞാൻ എൻ്റെ കൊച്ചിനെ വയ്ക്കാൻ ഫുൾ അച്ഛനടുത്ത് തന്നെ അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെള്ളത്തിൽ അരി തിളപ്പിക്കണ വെള്ളത്തിൽ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മേനെ സഹായിക്കല്ല, വെറുതെ നോക്കുന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ട് അപ്പുറത്തെ അടുപ്പിൽ ആ ഇറച്ചി വേവിച്ച അടുപ്പിൽ തന്നെ പിന്നെ നമ്മളൊരു പാത്രം, കുഞ്ഞു പാത്രം എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടു. എന്നിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്യേണ്ട പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഇതിൽ. ആകെ കുറച്ച് സവാളയുടെ തക്കാളിയുടെ ആവശ്യം തന്നെയുള്ളൂ. പിന്നെ കുറച്ച് വെളുത്തുള്ളി, നമ്മുടെ ഈ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് അതാക്കും. ഞാൻ ഇറച്ചിയൊന്ന് വെറുതെ തുറന്നു നോക്കിയതാണ്, നല്ല അടിച്ചവളി മണം വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിലേക്ക് നമ്മൾ സവാള ഇട്ടു, ആ പേസ്റ്റിലേക്ക്. എന്നിട്ട് അതൊന്ന് വഴറ്റി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിലേക്ക് തക്കാളി ഇട്ടു. ഇത് അധികം നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, കുറച്ച് നേരം ഒന്ന് വഴറ്റിയാൽ മതി. നമ്മൾ പിന്നെ കുറച്ച് നേരം നടച്ച് വെച്ച് വേവിക്കുന്ന കാരണം അങ്ങനെ കുറേ നേരം ഇന്ന് വെന്തോളുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന് അധികം നേരമൊന്നും വേണ്ട, വേഗം നമുക്ക് ബിരിയാണി ആയി കിട്ടും. അധികം സമയം ലാഭിക്കാം. എന്താ പറയുക, നമുക്ക് എളുപ്പമാണ്. ഇതൊന്നും നമ്മൾ വഴറ്റിയിട്ട് ഇതൊന്നും നമ്മൾ എന്താ പറയണ്ടേ, അതത്ര പേസ്റ്റ് പോലെ ഒന്നും ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. പിന്നെ നമ്മൾ അടച്ച് വേവിക്കുന്നതല്ലേ. അതിലേക്ക് നമ്മളിടുന്നത് പറഞ്ഞാൽ മല്ലിപ്പൊടി ഇല്ലേ, അതിടുന്നുണ്ട്. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ബിരിയാണി മസാല, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. നമ്മൾ ആ പേസ്റ്റിൽ നമ്മൾ പച്ചമുളക് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് ചതച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇറച്ചിയിൽ. അപ്പോൾ തന്നെ ഇറച്ചിയിൽ നമ്മൾക്കറിയാം എരിവ് പിടിച്ചിട്ടുണ്ടായിരിക്കുമെന്ന്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരുണ്ടല്ലോ, അതാണ് ഇതിലെ മെയിൻ എന്താ പറയുക ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയാൻ പറ്റും. അതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സാധനം. ആ തൈര് ചേർത്താൽ തന്നെ അടിപൊളി ടേസ്റ്റ്. നമ്മൾ ഇങ്ങനെ ഈ കറി ഉണ്ടാക്കി നമ്മൾ വെറുതെ കഴിക്കാറുണ്ട് കേട്ടോ. ഇറച്ചി അല്ലെങ്കിലും നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ചപ്പാത്തിക്കൊക്കെ എടുക്കാറുണ്ട്, നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് തൈരൊക്കെ ഒഴിച്ചിട്ട് ഉപ്പിടാൻ മറക്കരുതേ. ഉപ്പിട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങനെ കുറച്ച് നേരം ഒന്ന് വഴറ്റുക. കുറച്ച് നേരം തന്നെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇറച്ചി ഉണ്ടല്ലോ, നമ്മൾ അടച്ചു വെച്ച ഇറച്ചി, അത് ഇതിലേക്കാണ്ട് കൊട്ടി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്രേവി നല്ല ടേസ്റ്റുമാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഗ്രേവിയാണ്. നമ്മൾ ചപ്പാത്തി പത്തിരി അരിക്കൊക്കെ പോവും. അപ്പോൾ നമ്മുടെ ഇറച്ചി ഞാൻ നേരത്തെ കാണിച്ചു തന്നല്ലേ, അടിപൊളി മണമാട്ടോ വരുന്നത്. അപ്പോൾ അതിന് ഇതിലേക്ക് കൊട്ടണ്ടേ ഉള്ളൂ. എന്നിട്ട് കൊട്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ ആ സത്തൊക്കെ അതിലേക്ക് എൻ്റെ പിടിച്ചോളും. നമ്മൾ ഈ ഇതിൽ കാണുമ്പോൾ നമുക്ക് തോന്നെ വെള്ളം ഉണ്ടല്ലോ എന്ന് തോന്നും. ആദ്യം ഞങ്ങൾ ഒഴിച്ചപ്പോൾ വിചാരിച്ചു വെള്ളം കൂടുതലായെന്ന്. കാരണം നമ്മൾ ഇറച്ചിയിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ്. പക്ഷെ അത് ആവശ്യമാണ് കേട്ടോ, കാരണം അത് ഇരുന്ന് തിളച്ച് അതൊന്നിങ്ങനെ കുറുകി വരണം. അപ്പോൾ ആ ഇറച്ചിയിലേക്ക് ആ സത്തൊക്കെ കൊണ്ട് പിടിച്ച് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഉപ്പുണ്ടോ നോക്കിയിട്ട്, ഉപ്പ് ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടി ഇടാം. ആ നേരം കൊണ്ട് അതാവുന്ന നേരം കൊണ്ട് ഞാൻ പോയിട്ട് നമ്മുടെ കച്ചമ്പർ ഉണ്ടാക്കി വെച്ചു. പിന്നെ വന്ന് നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് ഇറച്ചിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കൊച്ചിനെ കുറച്ച് നേരം കുറേ നേരം കണ്ടിട്ട് അപ്പോൾ കുറച്ച് നേരം പോയിട്ട് അവനായിട്ടൊക്കെ എടുത്ത് കളിച്ച്. അപ്പോൾ ഇതിന് അമ്മ ചോറാക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മളെ വെള്ളമൊക്കെ വറ്റി ഇറച്ചി ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ അമ്മ അത് മിക്സ് ചെയ്തു. പിന്നെ സമയം കുറച്ചായിട്ടോ, ഞങ്ങൾ പരിപാടി തുടങ്ങുമ്പോൾ തന്നെ കുറച്ച് സമയം കഴിഞ്ഞിരിക്കണം. അപ്പോൾ അത് കാരണം നേരം വഴിക്കുക, കാരണം അച്ഛനുണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ അച്ഛന് ഫുഡ് കൊടുക്കാൻ വെച്ചിട്ട് വേഗം അമ്മ വഴറ്റി പിന്നെ ഒക്കെ കഴിഞ്ഞ് സെറ്റാക്കി. അപ്പോൾ ചോറ് വിളമ്പാനുള്ള റെഡി ആയപ്പോൾ ഇതിനെന്താ ബിരിയാണിയുടെ മണം എടുത്തിട്ട് ഒരാൾ വരുന്നുണ്ട്. അച്ഛൻ പ്രത്യേകം പറഞ്ഞിരുന്ന വീഡിയോയിൽ എടുക്കരുത്, ഷർട്ട് ഇട്ടിട്ടില്ലേന്ന്. പിന്നെ അമ്മോട് ചോദിച്ചു എങ്ങനെ ഉണ്ടമ്മാന്ന് ചോദിച്ചു. അപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞു. അതാണ് എക്സ്പ്രഷൻ കിങ്ങാണ്, ക്യൂനാണ്. എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞാലും ഭയങ്കര എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്ന അമ്മ. പിന്നെ അനിയനോട് വെച്ചപ്പോൾ അവൻ പറഞ്ഞ് സൂപ്പറായി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു നോക്കിയപ്പം അടിപൊളിയാണ്. എനിക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുക, വീഡിയോ ഒക്കെ എടുത്തിട്ട് അവൾ പണ്ടത്തെ പോലെ ഒന്നല്ല, അവൾ എന്താ കാട്ടറെന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുക. അപ്പം എനിക്കും നല്ല ഇഷ്ടം, അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണേ, പെട്ടെന്ന് ആക്കാൻ പറ്റുമല്ലോ. ബിരിയാണി കഴിച്ചല്ലേ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം പോയി കിടന്ന് ഉറങ്ങട്ടെ. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. കുറേ കാലത്തിന് ശേഷം നല്ലൊരു അടിപൊളി ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. പോവല്ലേ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ തന്നെ കൊച്ചിത ഭയങ്കര കളി. അപ്പോൾ അതും കൂടി കണ്ടിട്ട് പോക്കോ. ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.